ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നും വന്ദനക്കുഞ്ഞ് എല്ലാരെക്കാളും നേരത്തെ എത്തിയല്ലോ. ഇതാണ് പങ്ക്ച്വാലിറ്റി. എന്റെ പങ്ക്ച്വാലിറ്റി എന്ന് വെച്ചാ 1 മിനിറ്റെങ്കിലും നേരത്തെ എത്താന്നുള്ളതാ. അമ്മേ, മോള് നല്ല ഉറക്കത്തിലാ. ഉറങ്ങട്ടെ, ശല്യം ചെയ്യണ്ട. ദിയക്കുട്ടി രാത്രിയില് 2-3 വട്ടം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. പിന്നെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു. അവൾക്ക് അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. മിസ്സാക്കി കളഞ്ഞതല്ലോ അമ്മേ. അമ്മയെന്നും പ്രാർത്ഥിക്കാറുള്ള ദൈവം അവളെ ദിയക്കുട്ടിയിൽ നിന്ന് നേരത്തെ അങ്ങ് വിളിച്ചോണ്ട് പോയതല്ലേ? മോനെ, കൊച്ചുകുട്ടിയല്ലേ അവള്. മരണത്തിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാനുള്ള തിരിച്ചറിവൊന്നും ആയിട്ടില്ല. അവൾക്ക് ഒരമ്മയുടെ വാത്സല്യവും കരുതലും സ്നേഹവും ഒക്കെ നിഷേധിക്കുന്നത് ശരിയാണോ? അതിനുള്ള അവകാശമുണ്ടോ നമുക്ക്? അമ്മേ, അമ്മ പറയും പോലെ ഇനി ഞാൻ മറ്റൊരു കല്യാണം കഴിച്ചാലും ഒരുപക്ഷെ എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടുമായിരിക്കും. പക്ഷേ എന്റെ മോൾക്ക് നല്ലൊരു അമ്മയെ കിട്ടില്ല. ഒരു ഉറപ്പില്ലാത്ത കാര്യത്തെ ചൊല്ലി ഇനി ഒരു ചർച്ച വേണ്ട. ഇങ്ങനെ വല്ലവരുടെയും കുഞ്ഞിന്റെ ഫോട്ടോ നോക്കിയിരുന്നാ മതിയോ? ഒരു കല്യാണം കഴിച്ച സ്വന്തം കുഞ്ഞിന്റെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചൂടെ? ഈ ചിങ്ങത്തിലെങ്കിലും ഞങ്ങൾക്കൊരു സദ്യ തരൂ. ഇറങ്ങട്ടെ അമ്മേ. കയ്യിലെന്താ അമ്മേ? ചെക്ക് ബുക്കാ? അമ്മയ്ക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങ എടുക്ക. അമ്മയ്ക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അമ്മ എന്തിനാ പറയാൻ മടിക്കുന്നേ? ഇത് ബ്ലാങ്ക് ചെക്കാ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള തുക അമ്മയ്ക്ക് എഴുതിയെടുക്കാം.
തുക എഴുതാതെ ആർക്കും ചെക്ക് നൽകാൻ പാടില്ല. അതിനി എന്തു ബന്ധത്തിന്റെ പേരിലാണെങ്കിലും. എൻ്റെ അമ്മയ്ക്കല്ലേ, മറ്റാർക്കും അല്ലല്ലോ. 10 അമ്മ ചമ്മഞ്ഞാലും പെറ്റമ്മയാകില്ല. ഞാൻ മോന്റെ സ്വന്തം അമ്മയല്ലല്ലോ, രണ്ടാനമ്മയല്ലേ. അമ്മേ, അമ്മ അങ്ങനെ ഒരിക്കലും എന്നോട് പെരുമാറിയിട്ടില്ലല്ലോ. സ്വന്തം വയറ്റിൽ പിറന്ന മകളേക്കാൾ എന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ചില ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് പൊക്കിൾക്കൊടിയുടെ കണക്കൊന്നും വേണ്ട അമ്മേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഓഫീസിലോട്ട്. സ്റ്റാർട്ടാക്കി നോക്ക്. ആ ശരി. ഇതെന്ത് മാജിക്കാ മാധവേട്ടാ. രാവിലെ മുതൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പഠിച്ച പണി 18 നോക്കിയിട്ടും സ്റ്റാർട്ടാവാത്ത വണ്ടിയാ. ഇതാണ് എക്സ്പീരിയൻസ്. മാധവേട്ടൻ വണ്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറല്ല, ചികിത്സിക്കുന്ന ഡോക്ടറാ. അല്ലേ മാധവേട്ട? ആ, ഒരർത്ഥത്തില് ഈ പറഞ്ഞത് നേരാ. മനുഷ്യന് വരുന്ന പോലെ ചില ചില്ലറ അസുഖങ്ങളൊക്കെ വണ്ടിക്കും വരും. സമയാസമയത്ത് വേണ്ട ചികിത്സകൾ കൊടുത്താൽ മാറുന്നതേ ഉള്ളൂ. ആ, വണ്ടി എടുത്തോ. ഇനി സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നും ഉണ്ടാവില്ല. ശരി ഏട്ടാ. ശരി. ആ, നിന്റെ അമ്മ ബാൽക്കണി തന്നെ നിൽക്കുക. ആ നിൽപ്പ് കണ്ടിട്ട് നമ്മുടെ പ്ലാൻ വർക്കൗട്ടായ ലക്ഷണം കാണുന്നില്ല. വർക്കൗട്ട് ആകാതിരിക്കാൻ വഴിയില്ല. ഉം. നമ്മൾ നടത്തിയത് വെറും ബ്ലാക്ക്മെയിൽ അല്ലല്ലോ, നല്ല ഇമോഷണൽ ബ്ലാക്ക്മെയിൽ അല്ലേ. ഉം. അമ്മ ആ ചെക്ക് ഒപ്പിട്ട് വാങ്ങി കാണും. ആ, ഏതായാലും ഞാനിവിടെ ഇരിക്കാം, നീ പോയിട്ടോ. ആ, അമ്മേ, നിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, അവൻ ഇറങ്ങിയില്ലേ? ഏട്ടൻ ഫോണില്ല. ചെക്ക് ഒപ്പിട്ട് വാങ്ങിയോ? ഇത് ബ്ലാങ്ക് ചെക്ക് ആണല്ലോ. താങ്ക്സ് അമ്മേ. ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക്. ഇഷ്ടമുള്ള പണം എഴുതിയെടുക്കാം. അമ്മയെ സമ്മതിച്ചിരിക്കുന്നു. എന്താമ്മേ ഒന്നും ഇഷ്ടപ്പെടാത്ത പോലെ? ഇഷ്ടപ്പെടാഞ്ഞിട്ട് തന്നെ. രാവും പകലുമില്ലാതെ അധ്വാനിച്ചിട്ടാ രാജീവ് പണമുണ്ടാക്കുന്നത്. ആ പണം നിനക്കും നിന്റെ ഭർത്താവിനും ധൂർത്തടിക്കാൻ വാങ്ങിത്തരുന്നത് ശരിയായ കാര്യമല്ല. രാജീവ് നടത്തുന്ന കമ്പനി എന്റെ അച്ഛൻ്റെതാ. സമ്മതിച്ചു. ആ അച്ഛന് ആദ്യം പിറന്ന മകനാണ് രാജീവ്. നിന്റെ അച്ഛൻ മരിക്കുമ്പോ കമ്പനി കടത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിലായിരുന്നു എന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ബിസിനസ്സിലുള്ള രാജീവിന്റെ മിടുക്കാണ് ഇന്ന് കാണുന്ന കമ്പനി. നിന്റെ കെട്ടിയോനുണ്ടല്ലോ, ആർക്കും പിടിതരാതെ പാത്തും പതുങ്ങി നടക്കുന്ന സാഗർ, അവനാ നിനക്ക് ചെലവിന് തരേണ്ടത്. അളിയന്റെ പണം തട്ടിയെടുത്ത് മേലനങ്ങാതെ ജീവിക്കാമെന്ന വിചാരം ഒരു പുരുഷന് ചേർന്നതല്ല. മതി. ഞാൻ എപ്പോ വന്നാലും എന്നെ താഴ്ത്തിക്കെട്ടിയും രാജീവിനെ കൊമ്പത്ത് കയറ്റിയുമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ പ്രസവിച്ചത് എന്നെയാണോ അതോ രാജീവിനെയാണോ? നൊന്തു പ്രസവിച്ച സ്വന്തം മകളേക്കാൾ രണ്ടാനമ്മയായ എന്നെ പരിഗണിക്കുന്നതും സ്നേഹിക്കുന്നതും രാജീവാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാത്ത രാജീവിനെ സ്വന്തം സഹോദരനായി കാണാൻ എനിക്ക് പറ്റില്ല. ഇങ്ങ് താടിയത്. അമ്മേ, എന്താ അമ്മയെ കാണിക്കുന്നേ? ആ ചെക്കിങ് ഇതാ. ഇല്ലടി. രാജീവിനെ അംഗീകരിക്കാത്തവൾക്ക് അവന്റെ പണം പറ്റാനും യോഗ്യതയില്ല.
ഇവളൊരു തള്ളയാണോ? വെച്ചിട്ടുണ്ട് ഞാൻ. ദേ, ഈ ഒരു ചെക്ക് കീറി എറിഞ്ഞതുകൊണ്ട് ഈ രാഖിയുടെ ശല്യം ഒഴിവായെന്ന് കരുതണ്ട. ഒരു ചെക്കിന് പകരം 9 ചെക്ക് ഞാൻ നേടിയിരിക്കും. നീ ഇങ്ങനെ വർഷത്തോടുള്ള നിന്റെ പ്രണയം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും കുറഞ്ഞത് നിന്റെ ഇഷ്ടം നീ പ്രേമിക്കുന്ന വർഷമെങ്കിലും ഒന്ന് അറിയണ്ടേ? ചില നേരങ്ങളിൽ ഈ പ്രണയം ഭാഷയില്ലാത്ത വെറും അനുഭൂതി മാത്രമോ? എന്റെ പ്രണയം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, അവൾ അനുഭവിക്കുന്നുണ്ട്. നീ ഭാഗ്യവാനടാ. കാരണം നിനക്ക് എന്നെപ്പോലൊരു സുഹൃത്തിനെ കിട്ടിയില്ലേ? ഡാളിയ, നീ ഇനി ബ്രേക്ക് ആവാൻ എത്ര സമയമുണ്ടോ നോക്കിയേ. ഒന്ന് നോക്കളിയാ. 1 മിനിറ്റ്. ഓ, 1 മിനിറ്റ്. ഓൺലി 1 മിനിറ്റ്. ആ 1 മിനിറ്റ് കഴിയുമ്പോൾ ശ്യാം വർഷയെ പ്രണയിക്കുന്ന കാര്യം ഈ കലാലയത്തിന്റെ തൂണും തുരുമ്പും വരെ അറിയാൻ പോകുന്നു. ഒരു പുതുമഴ പോലെ പെയ്തിറങ്ങുന്ന പ്രണയ വാർത്ത. കോളേജിന്റെ നോട്ടീസ് ബോർഡിൽ ഞാനതൊരു അറിയിപ്പായി കുറിച്ചിട്ടിട്ടുണ്ട്. ശ്യാം ലവ് വർഷ. അങ്ങനെ നിങ്ങളുടെ പ്രണയ സരസിൽ ഈ മിഥുൻ ഒരു ഹംസമായി പറന്നിറങ്ങും. ശ്യാമേ, എടാ നിക്കണം. അളിയാ, എടാ നിക്കടാ. ശ്യാമേ, എന്താ എന്താ നിനക്ക് പറ്റിയേ? നീ എന്തിനാ ഓടിയത്? ഏയ് ഒന്നുമില്ല, വെറുതെ ഒരു എക്സസൈസിന് ബോഡിയൊക്കെ ഒന്ന് വാം അപ്പ് ചെയ്യാൻ വേണ്ടി. നോട്ടീസ് ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നേ? ശ്യാം ലവ്സ്. മാറ്, നോക്കട്ടെ. ഒന്നുമില്ല. വെറുതെ സീൻ ഉണ്ടാക്കാതെ മാറ്. ഏയ് ഒന്നുമില്ല വർഷേ. ദൈവമേ, എല്ലാം തീർന്നു. ആരുടെ പേര് അവിടെ എഴുതിയിരുന്നത്? നിന്റെ കാമുകിയുടെ പേര് എനിക്കറിയണം. നീ പ്രേമിക്കുന്ന ആളുടെ പേരാ ഇവിടെ എഴുതി വെച്ചിരുന്നത്. പറ, ആരാത്? വർഷേ, ഇതാരോ വെറുതെ പറ്റിക്കാൻ വേണ്ടി ബോർഡിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേണ്ട, കള്ളം പറയണ്ട. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നുള്ള കാര്യം നീ മറക്കണ്ട. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണ്ടെന്ന് വെക്കും. മിഥുനെ, ആരാ ഇവന്റെ ലവർ? അത് കണ്ടുപിടിക്കാൻ എളുപ്പമില്ലേ? കണ്ണാടി നോക്കിയാ പോരെ? കണ്ണാടിയോ? അല്ല, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോ ശ്യാം പ്രണയിക്കുന്നത് കണ്ണാടി വെച്ച ഒരാളെയാണെന്ന് അർത്ഥം. ആ, ഞാൻ കണ്ടുപിടിച്ചോളാം.
വിളിക്കാൻ തെച്ചത് പാണ്ടായി അല്ലേ അറിയാ ഞാൻ സാർ ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ സർ. വന്ദന, പ്ലീസ് കം. ഓക്കെ സർ. സർ സേട്ട് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു സർ. അപ്പോയിന്റ്മെന്റ് 7:30. പ്രീവിയസ് മന്തിന്റെ പർച്ചേസ് ഫയൽ എടുക്കണം. ആ ഇത് സർ. ഈ വീട്ടിൽ എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. തിരക്കുകള്, പരാതികള്, പരിഭവങ്ങൾ. ഇതിനിടയിൽ എൻ്റെ ജന്മനാൾ ഓർക്കാൻ ആർക്കാ നേരം? എൻ്റെ ജന്മനാൾ ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ട അവസ്ഥയാണല്ലോ ദൈവമേ. മാധവേട്ടൻ. ഹലോ മാധവേട്ട. ആ ചന്ദ്രു, ഞാനേ ഒരു പേപ്പർ എടുക്കാൻ മറന്നുപോയി. ആണോ? ഒരു എൻജിൻ പാർട്ടിന്റെ ഗ്യാരണ്ടി പേപ്പറാ. ആ. നമ്മുടെ അലമാരിയുടെ താഴത്തെ ഡ്രോയിലുണ്ട്. ആ അതൊന്ന് എടുത്തു വെക്കാം. ഞാനൊരാളെ അയക്കാം. ആ ഒരു നിമിഷേ, ഞാൻ ആ ഫയലൊന്ന് നോക്കട്ടെ. മാധവേട്ടൻ കട്ടാക്കല്ലേ, ഒരു മിനിറ്റ്. മാധവേട്ട, ഇതില് ഗ്യാരണ്ടി പേപ്പർ ഒന്നും കാണുന്നില്ലല്ലോ. അതിലൊരു ജ്വല്ലറി ബോക്സ് ഉണ്ടോ? ആ ജ്വല്ലറി ബോക്സ് ഉണ്ട്. ആ അതെടുത്ത് തുറന്നു നോക്ക്. ഈ മാധവേട്ടന്റെ ഒരു കാര്യം. ഇതിനകത്തൊക്കെയാണോ ഗ്യാരണ്ടി പേപ്പർ ഒക്കെ എടുത്തു വെക്കുന്നത്? മാധവേട്ട, എന്റെ ചന്ദ്രുവിന് പിറന്നാൾ ആശംസകൾ. ഇതിന് വലിയ വിലയായി കാണുമല്ലോ മാധവേട്ട. എനിക്ക് കിട്ടിയ അമൂല്യമായ നിധിയാണ് നീ. ഏതായാലും അതിനോളം വില വരില്ല.
കഷ്ടകാലത്ത് എന്റെ ജീവിതം കരിപിടിപ്പിച്ച കൈകള് കൈവിടില്ല ഒരിക്കലും.